നമ്മൾ സൈന സൗത്ത് പ്ലസ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ക്രിസ്മസിന് മുമ്പ് ക്രിസ്മസിനാണ് അവർ റിലീസ് ചെയ്തത്. അതിലൊരു ഷോർട്സിൻ്റെ താഴെ ഒരുത്തൻ ഇട്ട ഒരു കമൻ്റാണ്. അത് കണ്ടപ്പോൾ നമുക്ക് ഏറ്റവും വിഷമമായത്. അതില് നിഖിൽ വിനു അല്ലേ, നിഖിൽ വിനു 5818 അതാണ് അക്കൗണ്ട് പേര്. അവൻ ഇട്ടേക്കുന്ന കമന്റ്, ഈ കുട്ടി മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അല്ലേ. ആർക്ക് കൊള്ളാമായിരുന്നെങ്കിൽ? നിനക്കോ? ആ കൊച്ചു നിന്റെ അടുത്ത് എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഞാൻ ചോദിക്കട്ടെ. എൻ്റെ മോള്, ഒരു 4 മാസമായി എൻ്റെ മോള് നിന്റെ അടുത്ത് എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് നീ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടത്? സൂപ്പർ ഹീറോ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇടുന്നവരാണ് ഈ പറയുന്ന സന്ദീപും മേഘയും. ഇവരുടെ വീഡിയോസ് വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. വ്ളോഗ്സും കാര്യങ്ങളൊന്നും അല്ല, അല്ലാതെ ചില കോമഡി കലർത്തിട്ടുള്ള വീഡിയോസൊക്കെ തന്നെ അത്യാവശ്യം രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഇവർക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഇഷ്യൂവിനെ കുറിച്ചാണ് ഇവർ തന്നെ വീഡിയോ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഇവർക്കൊരു കുട്ടിയുണ്ട്. അതായത് ഇപ്പോൾ ജനിച്ച് കുറച്ചായതേ ഉള്ള ആ ഒരു കുഞ്ഞെന്ന് പറയുന്നത്. ആ കുഞ്ഞിനെ കുറിച്ച് ഒരു മറ്റവൻ അവനെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ അമ്മാതിരിയാണ്. ആ ചെറ്റ ഒരു കമൻ്റ് ഇട്ടതാണ്. അതായത് ഇവർ ഇതിന് മുന്നേ ഒരു ഇൻ്റർവ്യൂ ഒരു ചാനലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് താഴെ, ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്നത്, അതായത് ഒരു നിഖിൽ വിനു എന്ന് പറയുന്ന ഒരു ഫേക്ക് അക്കൗണ്ടിൽ വന്ന കമൻറ്റ്, ഈ കുട്ടി മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അച്ഛനും അമ്മയ്ക്കും ഇത് കാണുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത് അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് തന്നെയാണ് ഇവിടെ ഈ പറയുന്ന തരത്തിൽ ഇവർ രണ്ടുപേരും ഇത് റിയാക്ട് ചെയ്യാനും തയ്യാറായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കമൻറ്റ് ചെയ്ത ഈ മറ്റവൻ, ഈ ഫേക്ക് അക്കൗണ്ടിൽ വന്ന് കമൻറ്റ് ചെയ്ത ഈ മറ്റവൻ എന്തുദ്ദേശത്തിലാണ് ഇമാതിരിയുള്ള ഊള കമൻറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവന് എന്തിൻ്റെ കുത്തിക്കഴപ്പാണ്, ക്രിമിനടിയാണെന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്ത് തോന്നിവാസവും വിളിച്ച് പറയാമെന്നുള്ള ഇവർക്ക് ആരാണ് ലൈസൻസ് കൊടുത്തത് ഇമാതിരിയുള്ള ചെറ്റ വർത്തമാനം വിളിച്ച് പറയാനായിട്ട്? ഇവിടെ നിനക്ക് കുറച്ചും ഉളുപ്പുണ്ടോ? അല്ലെങ്കിൽ നീയൊക്കെ വന്നിട്ട് ഒറിജിനൽ അക്കൗണ്ടിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യും ഇമാതിരി ഊളത്തരം കാണിക്കാതെ. ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഒരുമാതിരി തന്തയ്ക്ക് ഉറക്കായ്മ കാണിക്കുന്ന ഇമാതിരി ഊള സ്വഭാവം കാണിക്കുന്ന ഇവനെയൊക്കെ പിടിച്ച് ശരിക്കും പറഞ്ഞാൽ ഇവനെയൊക്കെ പബ്ലിക്കിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇവരുടെ ഈ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവർ പറയുന്ന ചില കാര്യങ്ങളും കൂടെ കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഇവനൊക്കെ ഈ സമൂഹത്തിലല്ല ഇങ്ങനെ കമന്റ് ഇട്ട് ഈ ഇറങ്ങി നടക്കണതൊക്കെ എന്ത് ചെറ്റാണോ നീയൊക്കെ? എനിക്ക് അറിഞ്ഞിടത്തോണ്ട് ചോദിക്കുന്നു. എങ്ങനെ ആ കൊച്ചിന്റെ മുഖത്ത് നോക്കി ഇതുപോലൊരു കമന്റ് ഇടാൻ പറ്റും എനിക്കറിയത്തില്ല. അപ്പൊ ഇതുപോലെ എത്ര പേരെടുത്ത് നീ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരിക്കും? ഈ കൊച്ചു പിള്ളേരെ കാണുമ്പോൾ നിനക്ക് എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ ഒരു കമന്റ് ഇടാൻ തോന്നണം? അപ്പൊ ഈ പറഞ്ഞ താങ്കളുടെ മനസ്സ് എന്തുമാത്രമായിരിക്കും ഇങ്ങനെ ഒരു കമന്റ്? ഈ കമന്റിലെ ഇയാളുടെ ഒരു ഇത് അറിയാൻ പറ്റും. കൊള്ളാമായിരുന്നു അല്ലേ ഒരാൾ മരിക്കുമ്പോ അത്രയും സന്തോഷമാണോ അയാൾക്ക്? അപ്പൊ അങ്ങനെയുള്ളവർ നമ്മൾ സാഡിസ്റ്റ് എന്നാ പൊതുവെ പറയുന്നത്. സത്യം പറഞ്ഞാൽ നിനക്ക് റിപ്ലൈ തരേണ്ടത് ഇങ്ങനെ ഒരു ഭാഷയിലല്ല എന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ അറിയാം. നിനക്ക് തരേണ്ട നാഗ സൈതേന്ദ്രി ചേച്ചി തരും പോലെ അങ്ങോട്ട് തരണം. പക്ഷെ എനിക്കത് അറിഞ്ഞിടാത്തോണ്ടോ ഒന്നുമല്ല. പിന്നെ നമ്മളെ ഈ വീഡിയോസ് ഒരുപാട് ഫാമിലി ആയിട്ടുള്ള ആൾക്കാരും കൊച്ചു പിള്ളേരെ കാണുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ആണ് സംസാരിക്കാത്തത്. ഞാൻ മനസ്സിലായോ? ഇപ്പോൾ നമ്മള് പിന്നെ വേറൊരു കമന്റ് കൂടി എന്തോന്ന് അവൻ തന്നെ ഇട്ടേക്കുന്നത്, മന്ദബുദ്ധി കുട്ടിയാണോ? ശരിക്കും പറഞ്ഞാൽ ഇവരെന്ത് മാന്യമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ തന്നെ ആലോചിച്ചു ഇവരുടെ ആ ഒരു വീഡിയോ കണ്ടിട്ട്. കാരണം ഇവനെ പോലുള്ളവന്മാർക്കൊന്നും ഇങ്ങനെയല്ല റിപ്ലൈ കൊടുക്കേണ്ടത്. ഇവർ ശരിക്കും പറഞ്ഞാൽ വളരെ കൂളായിട്ട്, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ഉള്ള ഒരു റിപ്ലൈ ആണ് ഇവരുടെ ഭാഗത്ത് നിന്ന് വന്നതെന്ന് പറയുന്നത്. ശരിക്കും ഇവനെയൊക്കെ വായി വരുന്ന പച്ച തെറി വിളിക്കുകയും അതോടൊപ്പം തന്നെ ഇവനെയൊക്കെ പബ്ലിക്കിന് മുമ്പിൽ കൊണ്ട് കേസ് കൊടുത്ത് ഇവനെയൊക്കെ പെടുത്തുകയാണ് വേണ്ടത്. കാരണം അമ്മാതിരിയുള്ള പരിപാടിയാണ് ഇവനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, കമന്റ് അല്ലാതെ ഇത് മന്ദബുദ്ധി കുട്ടി ആണോ എന്നുള്ള തരത്തിൽ വരെ ഇവൻ കമന്റ് വീണ്ടും ചെയ്തിരിക്കുന്നു എന്ന്. അപ്പൊ ഇവന് ശരിക്കും പറഞ്ഞാൽ ഇവൻ എന്തിന്റെ സൂക്കേടാണ് ഇവന് എന്തിന്റെ കുത്തിക്കഴപ്പാണ് ഇമാതിരിയുള്ള കമന്റുകളൊക്കെ ചെയ്യാനായിട്ട്? അതും ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കാര്യം നോക്കിയാൽ ഈ രണ്ടുപേര് ഇവരുടെ വീഡിയോസ് ഇവന് ഇഷ്ടമല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവന് ഇഷ്ടമല്ലെങ്കിൽ നീ ഇവരെ കുറ്റം പറയടേ. നീ ഇവരെ എന്തുവാണെങ്കിലും പറ. നീ എന്തിനാണ് ആ എട്ടും പൊട്ടും തിരിയാത്ത ആ കൊച്ചിനെ കുറിച്ച് ഇമാതിരി പോക്കരത്തിനെ വിളിച്ച് പറയുന്നത്? ആ കുട്ടി എന്ത് ചെയ്തിട്ടാണ് ഇമാതിരിയുള്ള വർത്തമാനം സംസാരിക്കാനായിട്ട്? നിന്റെ വീട്ടിലും ഈ പറയുന്ന രീതിയിൽ ഉള്ള ആൾക്കാരൊക്കെ ഇല്ലേ? നീ കെട്ടിയതല്ലേ? നീ ഇട്ടേക്കുന്നത് ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് കമന്റ് വന്നിരിക്കുന്നത്. അപ്പൊ നീ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. നിനക്ക് ഇനി വീട്ടുകാരുണ്ടോ നാട്ടുകാരുണ്ടോ അതോ ഇനി വല്ല മാനസിക രോഗിയാണോ എന്നൊക്കെ ഉള്ളത് നമുക്കറിയത്തില്ല. കാരണം അങ്ങനെ ഉള്ള ടൈപ്പ് സാധനമായിരിക്കാനാണ് സാധ്യത കൂടുതൽ. അല്ലെങ്കിൽ ഇമാതിരിയുള്ള കമന്റുകളൊന്നും ഇതുപോലുള്ള ഇടത്തില്ല. കാരണം അങ്ങനെയുള്ള ടൈപ്പ് സാധനങ്ങളെ ഇമാതിരിയുള്ള വല്ല സാമാനം അടിച്ചു കയറ്റിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. ഇനി അത് പറയേണ്ട കാര്യമില്ല ശരിക്കും പറയാം. കാരണം ഒരു കൊച്ചിനെ പോലും ഇമാതിരി രീതിയിലുള്ള കാര്യം പറയാനായിട്ടാണെങ്കിൽ നീയൊക്കെ എത്രത്തോളം വിഷമാണെന്നുള്ളത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ.
നിന്നെയൊക്കെ ശരിക്കും പറഞ്ഞാൽ വെറുതെ വിട്ടുകൂടാ. ഇവനെയൊക്കെ ഈ പറയുന്ന ഈ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ ഇവനെ പബ്ലിക്കിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഇവനെ നാറ്റിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇവന്റെ കഴപ്പങ്ങ് തീരും ശരിക്കും പറയാം. കാരണം മറ്റെന്ത് സഹിക്കാം, ഒരു എട്ടും പൊട്ടും തിരിയാത്ത ഒരു കൊച്ചിനെ കുറിച്ചൊക്കെ ഇമാതിരി രീതിയിലൊക്കെ കമന്റ് ചെയ്യുക എന്ന് പറയുന്നത്, അപ്പൊ ഇവന്റെ മനസ്സ് എത്രത്തോളം ദുഷിച്ചതാണെന്നാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. നമുക്ക് വിമർശിക്കാം, നമുക്കിപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. പക്ഷെ അതിൽ ഒരു കാര്യത്തിലും ഉൾപ്പെടാത്ത, ഒന്നിലും ഒരു ഇതും അറിഞ്ഞുകൂടാത്ത ഒരു കൊച്ചിനെ കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്? അപ്പൊ ഇവനെന്തോ മാനസിക രോഗം കൊണ്ടാണ്. ഇവൻ അതിൻ്റെതായ ചികിത്സ കൊടുത്തില്ലെങ്കിൽ അവ ഇതെല്ലാം ഇതിന്റെ അപ്പുറം ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങളെത്തും. ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്ത് തോന്നിയാസവും വിളിച്ച് പറയാം എന്നുള്ള ഇതാണെങ്കിൽ ഇവനെയൊക്കെ പൊക്കാനൊക്കെ പറ്റും സുഖമായിട്ട്, അതിലൊന്നും ഒരു സംശയമില്ല. കാരണം നിഖിൽ വിനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. നിഖിൽ വിനു എന്ന് പറയുന്നത് തന്നെ ഒരു ഒറിജിനൽ പേരാണോന്നും എന്തോ അറിയത്തില്ല, അതും ഫേക്കായിരിക്കാം. ഇവൻ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പേരിലറിയാൻ ഒളിഞ്ഞിരുന്നുകൊണ്ട് ഇമാതിരി, കാരണം ഈ ചിലവന്മാർക്കൊക്കെ ഭയങ്കര ക്രിമിയടിയാണ്. കാരണം ഓരോരുത്തർ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ താഴെ വന്ന് ഇമാതിരി ഉള്ള കമന്റുകൾ ചെയ്യുക എന്നുള്ളത് ഇവന്റെയൊക്കെ സ്ഥിരം പരിപാടിയാണ്. അത് ഈ പറയുന്ന അക്കൗണ്ട് മാത്രമല്ല, പല അക്കൗണ്ടുകൾ ഇതുപോലെ ഉണ്ട്. കാരണം ഇതൊക്കെ തന്നെ ഫേക്ക് അക്കൗണ്ടിലേ വരത്തുള്ളൂ ഇതുപോലുള്ള കമന്റുകൾ. അല്ലാതെ ഒറിജിനൽ അക്കൗണ്ടിലൊന്നും ഇതുപോലെ വന്ന് കൊണയടിക്കാനായിട്ടൊന്നും ഇവന്മാർക്ക് ഒരു തരത്തിലുമുള്ള നട്ടലില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. എന്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന രണ്ട് വ്യക്തികൾ ഈ ഫേക്ക് അക്കൗണ്ട് ആരുടെയാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് ഇവനെ തൂക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അല്ലാതെ ഇവനെ വെറുതെ വിട്ടിട്ടൊന്നും യാതൊരു കാര്യമില്ല. കാരണം ഇവൻ ഇപ്പോൾ നിങ്ങൾക്ക് എതിരെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചിനെതിരെയാണ് ഇങ്ങനെ ഒരു കമന്റ് ഇട്ട് വന്നതെങ്കിൽ ഇവ ഇനി നാളെ വേറെ പല രീതിയിലും വേറെ പലർക്കെതിരെയും ഇതുപോലെ പലതും ചെയ്തെന്ന് വരും. അത് കമന്റിലൂടെയും അല്ലാതെയും. കാരണം ഇവന്റെ മനസ്സിലുള്ള ആ ഒരു തരം വിഷമാണ് അവ ഈ കമന്റിലൂടെ അവൻ തെളിയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ കൃത്യസമയത്ത് വേണ്ട രീതിയിലുള്ള ചികിത്സ കൊടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് കിട്ടുമ്പോഴത്തേക്കും ഇവന്റെയൊക്കെ സൂക്കേടങ്ങ് മാറിക്കും.